ഹലോ ഫ്രണ്ട്സ്, PHPയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് PHPയിൽ എങ്ങനെ നമുക്ക് അറേ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ അതെങ്ങനെ നമുക്ക് പ്രിൻ്റ് ചെയ്യാം തുടങ്ങിയവയെ പറ്റിയാണ്. അപ്പം നമുക്ക് നേരെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് അറേ ഒന്ന് പഠിക്കാം. നമുക്ക് PHPയിൽ രണ്ട് ടൈപ്പ് അറേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് നോർമൽ അറേസും ഒന്ന് അസോസിയേറ്റീവ് അറേ. നോർമൽ അറേ എന്ന് പറഞ്ഞാൽ നമ്പർ ആയിരിക്കും അതിൻ്റെ ഇൻഡെക്സ് ആയിട്ട് വരുന്നത്. അസോസിയേറ്റീവ് അറേ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പേരുകളായിരിക്കും നമ്മൾക്ക് ഇൻഡെക്സ് ആയിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, സാലറി, ഏജ്, അങ്ങനെയൊക്കെയുള്ള പേരുകളായിരിക്കും നമ്പറിന് പകരം ഇൻഡെക്സ് ചെയ്യുന്നത്. അങ്ങനത്തെ അറേ നമ്മൾ അസോസിയേറ്റീവ് അറേ എന്ന് പറയും. നമുക്ക് ആദ്യം നമ്പർ ഇൻഡെക്സ്ഡ് ആയിട്ടുള്ള അറേയെ പറ്റി പഠിക്കാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഞാനിപ്പോൾ ഇവിടെ ഒരു ന്യൂമറിക് അറേ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ അതിന് നംസ് എന്ന് കൊടുക്കുന്നു. ഇവിടെ അറേ എന്നാണ് പറയേണ്ടത്. എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് നമുക്കിങ്ങനെ കോമയിട്ട് 10, 20, 30, 40, 50. അപ്പോൾ നമ്മളിങ്ങനെ അറേ കൊടുത്തു, സെമിക്കോളൻ ഇടുക, ക്ലോസ് ചെയ്യുക. സോ PHPയിൽ നമുക്ക് അറേ ക്രിയേറ്റ് ചെയ്യാൻ എത്ര എളുപ്പമാണ്. $nums അറേ നമ്മൾ പാരന്തസിസിനകത്ത് നമുക്ക് കോമയിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് പ്രിൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എക്കോ ഓർ പ്രിൻറ്റ് $nums, പിന്നെ നമുക്ക് ആ ഇൻഡെക്സ് എത്രാമത്തെ വേണം അത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ആദ്യത്തത് 0-ലാണ് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊടുത്തു. നമുക്കൊന്ന് സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് നോക്കാം. നമുക്കിവിടെ 10 എന്ന് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഇത് 10 ആയിരുന്നു. ഫസ്റ്റ് എലിമെൻറ്റ് അറേയിലെ എലിമെൻറ്റ് 10 ആയിരുന്നു. നമുക്കിപ്പം സെക്കൻഡ് എലിമെൻറ്റ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ 1 എന്ന് കൊടുക്കുക സ്ക്വയർ ബ്രാക്കറ്റിനകത്ത്. അതാണ് സെക്കൻഡ് എലിമെൻറ്റ്. അപ്പോൾ നമുക്ക് 20 എന്ന് കിട്ടി. നമുക്കിതിപ്പം എല്ലാം കൂടെ നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് കാണണമെങ്കിൽ നമുക്കിവിടെ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ഫോർ ലൂപ്പിനേക്കാളും നല്ലത് Foreach ആയിരിക്കും. ഫോർ ലൂപ്പോ Foreachോ ഏതാണെങ്കിലും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഇവിടെ Foreach കൊടുക്കുമ്പോൾ നമുക്കിവിടെ ആദ്യം കൊടുക്കുക $nums. ഇവിടെ കീ വാല്യൂ എന്നുള്ളത് അസോസിയേറ്റീവ് അറേക്ക് വേണ്ടിയാണ്. ഇവിടെ നമ്മൾ അസോസിയേറ്റീവ് അറേ അല്ല. തൽക്കാലം ഇവിടെ ഈ നംസ് എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അറേയുടെ എൻ്റയർ അറേ, അതിനകത്തുനിന്ന് നമുക്ക് ഓരോ നമ്പറായിട്ട് വേണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടി ഒരു വേരിയബിൾ കൊടുക്കാം. ഇവിടെ നമ്മൾ നം എന്ന് കൊടുക്കുന്നു. നമ്മിനകത്ത് ഓരോ എലിമെൻറ്റ് സ്റ്റോർ ചെയ്യും. 10, 20. ഒരു സമയത്ത് നമ്മിൽ 10 ആയിരിക്കും, അടുത്ത സമയത്ത് നമ്മിൽ 20 ആയിരിക്കും, അടുത്ത സമയത്ത് 30 ആയിരിക്കും, അടുത്ത സമയത്ത് 40 ആയിരിക്കും, അടുത്ത സമയത്ത് 50 ആയിരിക്കും. ഈ ലൂപ്പിൻ്റെ ഓരോ ഘട്ടത്തിൽ നംസ് എന്ന് പറയുന്ന ഈ പറഞ്ഞ അറേന്നായിരിക്കും ഓരോ സമയത്ത് ഓരോ വാല്യൂ, അതിൻ്റെ 0 തൊട്ട് 0, 1, 2, 3 അങ്ങനെയുള്ള വാല്യൂസ് ഇതിനകത്ത് സ്റ്റോർ ചെയ്യപ്പെടുക. ഇനി നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രിൻ്റ് ഓർ എക്കോ കൊടുക്കുക. ഇവിടെ നം എന്ന് കൊടുത്താൽ മാത്രം മതി. ഇവിടെ നം ഒരു ബ്രേക്ക് കൊടുത്തേക്കാം, അല്ലെങ്കിൽ ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ താഴെയായിട്ട് വന്നോളൂ. ഇപ്പം നമുക്ക് കാണാം നമ്മളുടെ നമ്പർ അറേ കറക്റ്റായിട്ട് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ട്രിങ് വെച്ചിട്ടൊരു അറേ ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് നമുക്കിവിടെ ഞാനിപ്പോൾ കളേഴ്സ് എന്ന് കൊടുക്കുന്നു. എപ്പോഴും അറേയുടെ പേര് പ്ലൂറലായിട്ട് കൊടുക്കുന്നത് നല്ലത്. ഇവിടെ അറേ സെയിം തന്നെയാണ്, അറേ കൊടുക്കുക. ഇവിടെ സിംഗിൾ കോട്ടിലോ ഡബിൾ കോട്ടിലോ നിങ്ങൾക്ക് സ്ട്രിങ് കളർ നെയിം എൻ്റർ ചെയ്യാം. ഏറ്റവും നല്ലത് സിംഗിൾ കോട്ടിലാണ് എൻ്റർ ചെയ്യുന്നത്. സിംഗിൾ കോട്ട് കുറച്ചുകൂടെ ഫാസ്റ്ററായിട്ട് പ്രോസസ്സ് ചെയ്യും. ഡബിൾ കോട്ട്സ് കുറച്ചുകൂടെ സ്ലോവർ ആയിരിക്കും. അതിനുള്ള എക്സാമ്പിൾ എന്താണെന്ന് ഞാനിപ്പോൾ അതെന്താ കാരണം എന്നുള്ളത് കാണിച്ചു തരാം. അപ്പം ഇവിടെ ഞാൻ കളറിൻ്റെ പേര് കൊടുക്കുന്നു. ഓരോന്നും സെമിക്കോളൻ ഇട്ട് കൊടുക്കുക. റെഡ്, ഗ്രീൻ, ബ്ലൂ, ബ്ലാക്ക്, ദെൻ വൈറ്റ്. ഇത്രയും നമ്മൾ കളേഴ്സ് എൻ്റർ ചെയ്തു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ പ്രിൻ്റ് ചെയ്യാം. Foreach കൊടുക്കുക. Foreachനകത്ത് ആദ്യം നമ്മൾ അറേയുടെ പേര് കൊടുക്കുക, കളേഴ്സ്. എന്നിട്ട് ഈ ആസ് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ എലിമെൻ്റായിട്ട് ഈ കളേഴ്സ് എന്ന് പറഞ്ഞ അറേന്ന് കിട്ടും. സോ നമുക്കതിനെ കളർ എന്നുള്ള സിംഗുലർ വെച്ച് മനസ്സിലാക്കാം. എന്നിട്ടിവിടെ
ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഡബിൾ കോട്ട്സും സിംഗിൾ കോട്ട്സും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം ഞാനിവിടെ എക്കോ ഇവിടെ ഡബിൾ കോട്ട്സ് കൊടുക്കുന്നു. ഇവിടെ എനിക്ക് കളറിന് ഇങ്ങനെ പറയാം, എന്നിട്ടൊരു BRും കൊടുക്കാം. ഇത് പ്രോസസ്സ് ചെയ്തോളും. കാരണം ഇതിനകത്തുള്ള വേരിയബിളും അത് കറക്റ്റായിട്ട് അത് എടുക്കും. അതിനോടൊപ്പം ഇങ്ങനെ ചേർത്ത് നമുക്കിങ്ങനെ എൻ്റർ ചെയ്യാൻ പറ്റും. ഇത് വർക്ക് ചെയ്യും. ഇനി കണ്ടോ, അതേസമയം ഇത് സിംഗിൾ കോട്ട് ആക്കിയാൽ ഇത് വർക്ക് ചെയ്യത്തില്ല. കാരണം ഇതിനകത്ത് പിന്നീട് ഫർദർ പ്രോസസ്സിങ് നടത്താതെ നേരെ ഇത് പ്രിൻറ്റ് ചെയ്യാനായിരിക്കും PHP നോക്കുക. ഇങ്ങനെ സിംഗിൾ കോട്ട് കൊടുത്താൽ ഇതിനകത്ത് ഒരു വേരിയബിൾ ഉണ്ടെന്നത് വേരിയബിൾ ഉണ്ടോയെന്നത് നോക്കില്ല. ജസ്റ്റ് കളർ എന്നുള്ളത് കളറായിട്ട് തന്നെ ഇവിടെ നമുക്ക് കാണാൻ വരുന്നത്. ഇതാണ് സിംഗിൾ കോട്ടും ഡബിൾ കോട്ടും തമ്മിലുള്ള വ്യത്യാസം. സോ ഈ അറേ നമ്മൾ പഠിക്കുന്നത് കൂടാതെ പഠിക്കുന്നതിനോടൊപ്പം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സിംഗിൾ കോട്ട്സും ഡബിൾ കോട്ട്സും വ്യത്യാസം. അതുകൊണ്ടാണ് ഡബിൾ കോട്ട്സ് ഇട്ടിട്ടുള്ളൊരു സ്ട്രിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇങ്ങനത്തെ വേരിയബിൾസ് ഒന്നും വേണ്ടെങ്കിൽ നമ്മളെപ്പോഴും സിംഗിൾ കോട്ട് വെച്ച് തന്നെ ആ സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യുക. ലൈക്ക് ഇപ്പം നമ്മൾ റെഡ് ഗ്രീൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതേസമയം നമുക്ക് അതിനകത്തൊരു വേരിയബിളും പിന്നെ എന്തെങ്കിലും കാര്യങ്ങളും കൂടെ ചേർത്ത് പ്രിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡബിൾ കോട്ട്സ് കൊടുക്കുക. PHP അതിനകത്ത് ചെക്ക് ചെയ്യും വേരിയബിൾ വല്ലതും ഉണ്ടോ, ഡബിൾ കോട്ട്സിൻ്റെ എന്ന് പറഞ്ഞ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങിനകത്ത് വേരിയബിൾസ് വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ടാഗുകളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും അത് പ്രിൻറ്റ് ചെയ്യുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.